ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന പെയർ ഏതാണ്? യൂറോ USD അല്ലേ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവല്ലേ? നമ്മൾ കവർ ചെയ്ത ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? എനിക്ക് സ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾ ഓക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കവർ ചെയ്ത സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മടി വിചാരിക്കുന്ന കൺഫ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു സെക്ഷൻ, അതായത് ഒരു കറൻസി ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഫോറക്സ്, പല ആൾക്കാരും ഫോറക്സിലേക്ക് വരാൻ മടിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് പോലെയല്ല അല്ലേ. നമുക്ക് ആ കൂടി സുപരിചിതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്കുകളായിരിക്കും. അത് വളരെ സിമ്പിളാണ് അല്ലേ. ഇന്ത്യൻ സ്റ്റോക്സുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓരോ സ്റ്റോക്കുകൾക്ക് ഓരോ വില. ടാറ്റ സ്റ്റീലിന് 210 രൂപ, വിപ്രോന് 209 രൂപ, അല്ലെങ്കിൽ റിലയൻസിന് 1314 രൂപ. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മളുടെ ഒരു അറിവ് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1321 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചാൽ അത് 1361 രൂപയിൽ പോയാൽ നമുക്കൊരു 40 രൂപ ലാഭമുണ്ട്. തിരിച്ച് താഴേക്ക് ഒരു 1300 പോയാൽ നമുക്കൊരു 20 രൂപ നഷ്ടമാണ് എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രേഡ് എടുത്താൽ ഉണ്ടാകുന്ന എഫക്റ്റ് എത്രയാണെന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോമൺ സെൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന റിസ്ക് എത്ര രൂപയാണ് നമ്മളുടെ റിസ്ക്, അല്ലെങ്കിൽ ഇതുപോലൊരു 10 എണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 20 × 10 200 രൂപയായിരിക്കും നമുക്ക് നഷ്ടം വരാം എന്നുള്ളതൊക്കെ വളരെ പ്ലെയിൻ ആയിട്ട് നമുക്ക് അറിയാവുന്ന ലോജിക്കാണ്. പക്ഷേ ഫോറക്സിൻ്റെ പെയേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ മെഷർ ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ USD ഇവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നു, ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നു യൂറോ USD മുകളിലേക്ക് പോകുന്നു. അഥവാ നമ്മളുടെ വ്യൂ തെറ്റിയിട്ട് താഴത്തേക്ക് പോയാൽ ഏത് പോയിന്റിലെത്തുമ്പോൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാലാണ് നമുക്ക് നമ്മളുടെ ഒരു നിശ്ചിത എമൗണ്ട് നഷ്ടപ്പെടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു $10 ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇത് എത്ര എണ്ണം വാങ്ങിച്ചാലാണ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ $10 നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്ര ഡോളർ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണ് ഫോറക്സിൽ. ഇപ്പോൾ ഇതുകൊണ്ടാണ് പല ആൾക്കാരും ഇത് അതിൽ കൈവയ്ക്കാൻ മടിക്കുന്നത്. പക്ഷെ അത് വൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടുന്നതിന് പകരം ഫോറക്സിൽ ഈ കാൽക്കുലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അതിന് പൊസിഷൻ കാൽക്കുലേറ്റർ എന്നാണ് പറയാം. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അളവുകോലുകൾ കംപ്ലീറ്റ് അറിയണം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് പൈസ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എല്ലാം പിപ്സ് പിപ്പറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, അതിന് 100 രൂപ നഷ്ടമായി, അല്ലെങ്കിൽ 10 രൂപ 80 പൈസ നഷ്ടമായി ഒരു ക്വാണ്ടിറ്റിയുമോ, അതിന് വരെ ഇവിടെ പിപ്സും പിപ്പറ്റുമാണ് നമ്മൾ പറയുക. അപ്പോൾ എന്താണ് പിപ്പ്? പിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇൻ പോയിൻ്റ്. അപ്പോൾ ഇത് ബേസിക്കലി യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ടു എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ വാല്യൂ ബിറ്റ്വീൻ 2 കറൻസീസ്. അപ്പോൾ 2 കറൻസികൾ തമ്മിലുള്ള അനുപാതം അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ മൂവ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ് ആണ് പിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റാണ്, ഒരു പീസാണ് പിപ്പ്. അപ്പോൾ ബേസിക്കലി നമുക്കതൊരു റുപ്പീസ് പോലെ കാണാം അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ രൂപ പോലെ കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി അളക്കുക എന്നുള്ളതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ മെയിൻലി ഇത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്, നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളുടെ റിസ്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തൊരു റിസ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു $1000 ഉണ്ടെന്ന് വിചാരിക്കുക.
ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ ബേസ് കറൻസി എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഡോളറിലായിരിക്കും. നമ്മുടെ കയ്യിലുള്ള കറൻസി ഡോളറാണ്. അപ്പോൾ നമുക്കൊരു 3% റിസ്ക്കാണ് ഒരു ട്രേഡിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വേൾഡിലെ പ്രൊഫഷണൽ ഫോറക്സ് ട്രേഡേഴ്സ് എല്ലാവരും ഒരു നിശ്ചിത റിസ്ക് പെർ ട്രേഡ് എന്നുള്ള തരത്തിലാണ് ട്രേഡ് എടുക്കാറ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ പലപ്പോഴും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം. അതായത് നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വെച്ചെടുക്കാമെന്ന് നമ്മൾ ആലോചിക്കും, അല്ലേ? ഒരു ബേസിക് കോമൺ സെൻസ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊത്തം ക്യാപിറ്റൽ ഒരു 3 ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ 1,00,000 രൂപേനെ 3 ഡിവൈഡ് ചെയ്താൽ 33,000 രൂപ. 33,000 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് എടുക്കുക. അടുത്തൊരു സ്റ്റോക്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ 33,000 രൂപയ്ക്ക് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ്, അല്ലേ? ഇൻവെസ്റ്റേഴ്സൊക്കെ ചിന്തിക്കുക. എല്ലാ പൈസ ഒരു സ്റ്റോക്കിൽ കൊണ്ടിടില്ല, സ്പ്ലിറ്റ് ചെയ്താണ് ഇടുക. അപ്പോൾ ഈക്വലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഫോറക്സ് ട്രേഡേഴ്സ് പൊതുവായിട്ട് ചെയ്യാറ്. അതായത് EUR/USD ഒരു ലോട്ടിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് ആവണമെന്നില്ല ഗോൾഡിൽ ഒരു ലോട്ട് എടുക്കുമ്പോൾ. അത് വലിയ റിസ്ക് ആയിരിക്കും. EUR/USD ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് അല്ല കമ്പാരിറ്റീവ്ലി. അപ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഒരു ട്രേഡിന് ഒരു നിശ്ചിത റിസ്ക് എന്നുള്ള തരത്തിലാണ് എടുക്കാറ്. ആ റിസ്ക് എപ്പോഴും നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ സാധാരണ എല്ലാ ഫോറക്സ് ട്രേഡേഴ്സും, കുറച്ച് ക്യാപിറ്റലുള്ള ഫോറക്സ് ട്രേഡേഴ്സൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ പറയുക അവൻ്റെ ക്യാപിറ്റലിൻ്റെ 1% ഒരു ട്രേഡിൽ റിസ്ക് എടുക്കുക. അപ്പോൾ വേൾഡിൽ അത് 1% റൂൾ എന്ന് പറഞ്ഞിട്ട് ഫോറക്സ് ട്രേഡേഴ്സിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആണ്. വലിയ വലിയ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാം ഒരുപോലെ പറയുന്ന കാര്യമാണ്. 1 or 2% നമ്മളൊരു ട്രേഡിൽ റിസ്ക് എടുക്കാവൂ. അതായത് നമ്മൾ ഒരു $1,000 ഉള്ള ആൾ $10 ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാവൂ. $2,000 ഉള്ള ആൾ $20 ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാവൂ എന്ന് പറയും. അപ്പോൾ ഇത് ചെറിയ ക്യാപിറ്റലിന് ചെയ്യുന്ന ആൾക്കാർക്ക് പലപ്പോഴും അത്ര പ്രാക്ടിക്കലായിട്ട് ആ റൂള് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ $100 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം ഒരു ട്രേഡ് ചെയ്താൽ $10 നഷ്ടപ്പെടും. എന്നാലും ജനറലി മനസ്സിലാക്കുക, നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 1% or 2% റിസ്ക് എടുക്കുക. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഒരു $1,000 ആണെന്ന് വിചാരിച്ചോ. $1,000 അതിൻ്റെ 2% അല്ലെങ്കിൽ 3% നമ്മളൊരു സാമ്പിൾ കാൽക്കുലേഷൻ കൂട്ടുന്നതാണ്. മാക്സിമം നമുക്ക് 2% മതി. അപ്പോൾ 2% എത്രയാണ്? $1,000 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 2% എത്രയാണ്? 20, അല്ലേ? അത് നമുക്ക് എങ്ങനെ കിട്ടും? 1000 ഡിവൈഡഡ് ബൈ 2, അല്ലേ? അപ്പോൾ 20 രൂപ. അപ്പോൾ 20 രൂപ ആണ് നമ്മളുടെ ഒരു ട്രേഡിലെ റിസ്ക് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ നമുക്ക് $20 നഷ്ടം വരാവും. ഓക്കെ. അപ്പോൾ ഇനി നേരെ മറിച്ച് നമ്മൾ റിസ്ക് എടുക്കുന്നതിൻ്റെ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ടാർജറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നാലും വളരെ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് നമ്മൾ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലേക്ക് പോവാതെ തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡയറക്ഷനിലേക്ക് പോയിട്ട് ഏതൊരു പോയിന്റിലെത്തുമ്പോഴാണോ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്, ഏതൊരു ലെവലിലെത്തുമ്പോഴാണോ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്, ആ ലെവലിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലോസ്. ഇനി നമ്മൾ വിചാരിച്ച പോലെ മുകളിലേക്ക് പോയിട്ട്, ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു ട്രേഡ് എടുത്തു, മുകളിലേക്ക് പോയിട്ട് ഏതൊരു പോയിന്റിലെത്തുമ്പോഴാണോ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിശ്ചയിക്കുന്നത്, ആ ഒരു ലെവലിനെ പറയുന്ന പേരാണ് ടാർജറ്റ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ട്രേഡേഴ്സ് പലപ്പോഴും വിശ്വസിക്കുന്നത്, പറയാറ്, നമ്മൾ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിനേക്കാളും കൂടുതൽ ടാർജറ്റിലേക്കുള്ള ദൂരം വെക്കുന്ന തരത്തിലുള്ള ട്രേഡുകൾ കിട്ടുമ്പോഴേ നമ്മൾ എടുക്കാവൂ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, $10 നമ്മൾ റിസ്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ $20 എവിടെ എത്തുമ്പോഴാണ് കിട്ടുക, അവിടെയാണ് നമ്മളുടെ ടാർജറ്റ് വയ്ക്കാവൂ. ഓക്കെ. അപ്പോൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൾറെഡി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ബേസിക് ട്രേഡിങ്ങിലൊരു ഐഡിയ ഉള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. സ്റ്റോപ്പ് ലോസ്, ടാർജറ്റ്, അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി പരിചയമായിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. 1000 രൂപയിൽ നമ്മളൊരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ
990 സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർജറ്റ് അതിൻ്റെ ഇരട്ടി ടാർജറ്റ് എടുക്കുകയാണെങ്കിൽ എവിടെ വയ്ക്കും? നമ്മൾ 1020 നമ്മൾ ടാർജറ്റ് വയ്ക്കുക. അതായത് നമ്മൾ വിചാരിച്ച പോലെ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1020 എത്തുമ്പോഴാണ് നമ്മൾ ആ സ്റ്റോക്ക് വിറ്റ് പ്രോഫിറ്റ് എടുക്കുക. നേരെ മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ അത് താഴ്ത്തേക്ക് പോയി കഴിഞ്ഞാൽ 990 എത്തുമ്പോഴാണ് നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും. ആ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ട്രേഡ് നോക്കും, അല്ലേ? അപ്പോൾ അതിന് പകരം ഇവിടെ പിപ്സും പിപ്പറ്റൊക്കെയാണ് നമ്മൾ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ഈ പിപ്സും പിപ്പറ്റും മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് എത്ര മൂവ്മെൻ്റ് ഉണ്ടായാലാണ് നമ്മളുടെ 1% 2% ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 2% നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എത്ര USD വാങ്ങണം എന്നുള്ളത് നിശ്ചയിക്കാനാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്വാണ്ടിറ്റി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഈ അളവ് നമ്മൾ പഠിക്കുന്നത്. എത്ര എണ്ണം വാങ്ങണം, അല്ലേ? അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിൽ നമ്മളെപ്പോഴും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കമ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിൽ ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിന് 1000 രൂപയിൽ നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിട്ട് നമുക്ക് ഫോറക്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത് 990 വിചാരിച്ചു. നമ്മളെപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ ഇതുപോലത്തുള്ള റൗണ്ട് നമ്പേഴ്സാണ്, 990, അല്ലേ? അപ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര രൂപയാണ്? 10 രൂപയാണ്, അല്ലേ? 10 രൂപയാണ് ഡിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ കയ്യിൽ 1 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ 2% നമ്മൾ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണ്? 1 ലക്ഷത്തിൻ്റെ 2% എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കണക്ക് കൂട്ടും? 1 ലക്ഷം, അതായത് 50 ഡിവൈഡഡ് ബൈ 100, അല്ലേ? അപ്പോൾ 1% എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ 2% ഇൻറ്റു 2, 2000 രൂപയാണ് 2% എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2% ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാനുണ്ടെങ്കിൽ, ഈ ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപയ്ക്ക് വാങ്ങുന്നു, 990 നമ്മൾ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിയാലാണ് നമ്മുടെ 2000 രൂപ നഷ്ടം വരിക? നഷ്ടം വരികയാണെങ്കിൽ 2000 രൂപ നഷ്ടം വരിക എത്ര ക്വാണ്ടിറ്റി വാങ്ങിയാലാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2000നെ നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, അതായത് 10 രൂപ കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങണത്, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ദൂരം 10 രൂപയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര രൂപ നഷ്ടപ്പെടുത്താനുണ്ട് ഒരു ട്രേഡിൽ? 2000 രൂപ. അപ്പോൾ 2000 ഹരണം 10, 200 ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പേര് HDFC എന്നാണെന്ന് വിചാരിച്ചു. 1000 രൂപ വിലയുള്ളപ്പോൾ നമ്മൾ വാങ്ങുന്നു, 990 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, 10 രൂപ അകലെ. അപ്പോൾ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപിറ്റൽ, നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2% ആണെങ്കിൽ അത് 2000 രൂപ, അല്ലേ? ഇനി 1% റിസ്ക് എടുക്കണമെങ്കിലോ 1000 രൂപയല്ലേ 1%. അപ്പോൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? 10, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഹരിക്കണം? നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡിലെ റിസ്ക് എമൗണ്ടിനെ എന്തുകൊണ്ട് ഹരിക്കണം? നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം കൊണ്ട് ഹരിക്കണം. അത്തരം ക്വാണ്ടിറ്റി അത് മനസ്സിലായാലാണ് നമുക്ക് ബ്രോക്കറുടെ ടെർമിനലിൽ പോയിട്ട് ഓക്കെ 100 ക്വാണ്ടിറ്റിയാണ് എനിക്ക് വേണ്ടത് എന്ന് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലോജിക്കാണ് ഫോറക്സിൽ ചെയ്യാനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫോറക്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കോംപ്ലക്സ് ആണ് ഈ പരിപാടി. അപ്പോൾ അത് മനക്കണക്ക് കൂട്ടാനും എളുപ്പമല്ല. അതിനൊരു കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെയാണ് ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത്, നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്ര രൂപ അല്ലെങ്കിൽ എത്ര ദൂരമുണ്ടെന്ന് നമുക്ക് അളക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളൊരു അളവുകോലാണ് ഈ പിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പിപ്സ് അളക്കാൻ പഠിക്കാം. അതിനുശേഷം നമുക്ക് ഒരു നിശ്ചിത ഡോളർ, എപ്പോഴും നമ്മൾ ഡോളറിൻ്റെ കേസിലാണത് കണക്ക് കൂട്ടുക. ഒരു നിശ്ചിത ഡോളർ ലോസ് വരണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചാലാണ് ആ നിശ്ചിത ഡോളർ ലോസിൽ നമ്മുടെ ആ ട്രേഡിനെ ഒതുക്കാൻ പറ്റാന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ റിവാർഡ് വെക്കുന്നത് എപ്പോഴും അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 1 ഇരട്ടിയോ 1.5 ഇരട്ടിയോ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ എന്നുള്ള തരത്തിലാണ്, ഒരു അനുപാതമായിട്ടാണ് നമ്മൾ റിവാർഡ് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റിസ്ക് എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് നമ്മളുടെ റിവാർഡെങ്കിൽ ഇവിടെ വരെ പോകുമ്പോഴാണ് നമുക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുക. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി എന്ന് പറയുമ്പോൾ
ഇവിടെ അല്ലേ. അപ്പോൾ ഈ ഒരു ടൂള് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലുള്ള ഡീഫോൾട്ട് ഒരു ടൂളാണ്. ഈ ഒരു ടൂൾ എടുത്തിട്ട് നമ്മളിത് ഉപയോഗിച്ചിട്ട് അളന്ന് നോക്കുക ചെയ്യുക. നമ്മളെടുക്കുന്ന റിസ്കിൻ്റെ ഒരു ഇരട്ടിയോ 2 ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ എന്നുള്ളത് ഇവിടെ അളന്ന് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം പിപ്സ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ പെയേഴ്സിൽ ചില പെയറുകളിൽ ഒരു തരത്തിലാണ് അളക്കുക, ചില പെയറുകളിൽ ചെറുതായിട്ട് വ്യത്യസ്തമായിട്ടാണ് അളക്കുക. അപ്പോൾ ജപ്പാനീസ് യെൻ എന്ന് പറയുന്ന പെയറുകൾ, അതുമായി ബന്ധപ്പെട്ട പെയറുകളിൽ മെത്തേഡ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബാക്കി എല്ലാ പെയേഴ്സുകളിലും, ജപ്പാനീസ് യെൻ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പെയേഴ്സുകളിലും ഒരുപോലെ തന്നെയാണ് അളക്കുക. അപ്പോൾ നമുക്ക് അത് ഒഴിച്ചിട്ടുള്ള പെയറിൽ ഒരെണ്ണത്തിൽ എക്സാമ്പിൾ കാണാം, യൂറോ USD അല്ലേ. അപ്പോൾ യൂറോ USD ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? നമ്മളൊരു ബയ്യറുടെ പെർസ്പെക്റ്റീവിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇതിന് മുകളിലുള്ള വിലയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആണത്. 3 വില നമുക്ക് കാണാൻ പറ്റും അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? 3 വില ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതിൽ ബേസിക്കലി നമ്മളിപ്പോൾ എത്ര പ്രൈസാണ് യൂറോ USD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നടുക്കുള്ള വിലയാണ് നമ്മൾ പറയുക. ഈ നടുക്കുള്ള വിലയാണ് അവസാനമായിട്ട് കച്ചവടം നടന്ന വില. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, നമുക്കത് നിശ്ചയിക്കാൻ പറ്റില്ല, കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൈസ് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പല വിലകളാണ് കാണുന്നത്. അപ്പോൾ അതിൽ അവസാനം കച്ചവടം നടന്ന വില എന്ന് പറയുന്നത് ആ നടുക്ക് നിൽക്കുന്ന വിലയാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ്. അപ്പോൾ അവസാനം കച്ചവടം നടന്ന വിലയ്ക്ക് നമുക്ക് കിട്ടണമെന്നില്ല. നമ്മളൊരു ബയ്യറാണെങ്കിൽ ഒരു ബയ്യറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇപ്പം എത്രയാണ് യൂറോ USD വാങ്ങാൻ വേണ്ടി വരാമെന്ന് ചോദിച്ചാൽ ആസ്ക് പ്രൈസാണ് അതിൻ്റെ ഉള്ള ഉത്തരം. അതായത് ഇതിൽ കാണുന്ന കൂടിയ വില അല്ലേ, 1.1633 നമുക്ക് ചിലവ് വരാം. ആ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുള്ള ഒരാളെന്ന് വിചാരിച്ചോ, നമ്മൾ വിൽക്കാൻ നോക്കണ സമയത്ത് ഈ ബിഡ് പ്രൈസേ നമുക്ക് കിട്ടുള്ളൂ. അത് തമ്മിൽ നിസ്സാര വ്യത്യാസമുള്ളൂ. അപ്പോൾ 1.1631.6 മനസ്സിലായോ? അപ്പോൾ പ്രൈസ് നമ്മളൊരു ബയ്യറുടെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ എപ്പോഴും അതിലെ കൂടിയ വില കൊടുത്തിട്ട് നമുക്ക് വാങ്ങേണ്ടി വരും. നമ്മളൊരു സെല്ലറാണെങ്കിൽ ആ നീല വിലയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു ബയ്യറാണെങ്കിൽ ആ ചുവന്ന വില, അതിൽ മേലെയുള്ള വില, ആസ്ക് പ്രൈസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് കുറച്ച് സമയമെടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ കിടക്കാം. കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്നും ഇപ്പോൾ മനസ്സിൽ കയറാറായിട്ടില്ല അല്ലേ, നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമുക്ക് സ്റ്റോക്കിൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു. അപ്പോൾ ആ സ്റ്റോക്ക് വാങ്ങാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറേ പേരിൽ ഈ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട്. അതിൽ പല ആൾക്കാരും പല വിലയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കിതൊരു വണ്ടി കച്ചവടം എക്സാമ്പിളായിട്ട് നമുക്കിതിനെ ഉപമിക്കാം. ഒരു ഗ്യാരേജിൽ പോകുമ്പോൾ അവിടെ കുറേ മാരുതിയുടെ കാറുകൾ അവിടെ വിൽക്കാനിട്ടേക്കാണ്. മാരുതി സ്വിഫ്റ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറേ സെല്ലേഴ്സ് ഉണ്ട്, അത് വിൽക്കാൻ ഇടയായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് പല പല വിലയാണ് അല്ലേ, അവർ കിട്ടാവുന്നതിൽ മാക്സിമം വിലയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് വിലയ്ക്ക് ഒരു വണ്ടി പറയുന്ന ആളുടെ വിലയായിരിക്കും നമ്മൾ വാങ്ങാൻ എപ്പോഴും ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ ഒരാൾ ഒരു 5 ലക്ഷത്തിനാണ് ആളെ വണ്ടി കൊടുക്കുള്ളൂ എന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. ഇനി ഒരേ മോഡൽ വണ്ടിയാണെന്ന് വിചാരിച്ചു, നമ്മളൊരു വണ്ടി കച്ചവടക്കാരനാണെന്ന് വിചാരിച്ചു, കളറിന് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല, എല്ലാം നല്ല കണ്ടീഷനായിട്ട് പോളിഷ് ചെയ്ത് ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറവ് വിലയ്ക്ക് കിട്ടുന്ന ആളെ നല്ല നമ്മൾ മേടിച്ച് പോവുക. അപ്പോൾ പല ആൾക്കാരും പല വിലയാണ് പറയുക. അപ്പോൾ ഒരാൾ ചിലപ്പോൾ 5 ലക്ഷം പറയും അല്ലേ, അപ്പോൾ മറ്റൊരാൾ എത്ര പറയും, അതിലും ഒരു
10,000 രൂപ കൂടുതലായിരിക്കും ചിലപ്പോൾ പറയാം. അതായത് 5,10,000 പറയും. വേറൊരു വണ്ടി വിൽക്കാനുള്ളത് 5,25,000 അല്ല, 5,10,000, അതുപോലെ 5,25,000. അപ്പോൾ നമ്മൾ ഇതിലേത് വണ്ടി വാങ്ങാനാണ് ആഗ്രഹിക്കുക? ഈ 5 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങാനാണ് ആഗ്രഹിക്കുക, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ആസ്ക് പ്രൈസ് ആയിട്ട് കാണുന്നത്. അതായത് കുറേ പേര് വിൽക്കാനുണ്ട്, അതിലേറ്റവും കുറഞ്ഞ വിലയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആൾക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറേ വിലകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ചന്തയിലേക്ക് കടന്ന് ചെല്ലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി വിറ്റ് പോകണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വില, നമുക്ക് നിശ്ചയിക്കുന്ന വില നമുക്കിടാം. അപ്പോൾ ഓൾറെഡി അത് വാങ്ങാൻ വന്നേക്കുന്ന ആൾക്കാർ പല പല വിലയ്ക്ക് ആണത് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബിഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത്ര രൂപയ്ക്ക് കിട്ടണമെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന വില കൊടുത്തിട്ട് നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ ഷോർട്ട്, ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധനം കയ്യിലുള്ള ആൾക്കാർ, അതായത് സെല്ലേഴ്സ് ചോദിക്കുന്ന വില. അപ്പോൾ നമുക്കത് ആ പേരായിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധനം കയ്യിലുള്ള ആൾക്കാർ ചോദിക്കുന്ന വില. അപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഈ ആസ്ക് പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇനി ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, വിൽക്കണ സമയത്ത് നമുക്ക് എത്ര വില കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധനം ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ബിഡ് പ്രൈസേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി വണ്ടി കച്ചവടത്തിൻ്റെ എക്സാമ്പിളിൽ നിന്നിട്ട് സ്റ്റോക്കിൻ്റെ എക്സാമ്പിളിലേക്ക് വരാം, അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ എക്സാമ്പിളിലേക്ക് വരാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 പ്രൈസായിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുക. 1000 രൂപ 20 പൈസ, അതാണ് ബിഡ് പ്രൈസ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ആസ്ക് പ്രൈസ് എത്രയായിരിക്കും? 1000 രൂപ 50 പൈസ, അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് 1000 രൂപ 50 പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, നമ്മളിന്ന് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പുറത്ത് വാങ്ങാനുള്ള ആൾക്കാർ ചോദിക്കണത് 1000 രൂപ 20 പൈസ കിട്ടുമെങ്കിൽ ഞങ്ങൾ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. 1000 രൂപ 20 പൈസ വരെ തരാൻ ഒരാൾ തയ്യാറാണ്. അപ്പോൾ അയാൾ ആ ക്വാണ്ടിറ്റി ഓർഡർ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ലേലംവെളി ചന്ത പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഫോറക്സ് മാർക്കറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ഈ പിപ്സും പിപ്പറ്റും നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സ്റ്റോക്കിൻ്റെ വിലയായിട്ട് നമുക്കറിയാവുന്ന രൂപയും പൈസയും പോലുള്ള സ്റ്റോക്കിൻ്റെ വിലയായിട്ട് ഇത് പറയണമെന്ന് മാത്രം. ക്ലിയർ അല്ലേ? ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും ഇത് സാധാരണ ആൾക്കാർക്ക് കച്ചവടമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിംഗ് പോലും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം, സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാണ്ട് ഫോറക്സിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചത് വളരെ കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ, അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വരും? ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യണത്. 2 പ്രൈസായിട്ടാണ് പ്രൈസ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യണത്. അതിൽ ചിലപ്പോൾ മാറ്റവും വരും. ചിലപ്പോൾ ഇത് 10 പൈസ ആയിരിക്കും, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 40 പൈസ ആയിരിക്കും. ചില സമയത്ത് ഇത് 0.0 ആയിരിക്കും, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം 50 പൈസ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും കാണേണ്ടത് പ്രൈസ് മൂവ് ചെയ്യണത് ഒരിക്കലും ഒരു വിലയായിട്ടല്ല. പ്രൈസ് മൂവ് ചെയ്യണത് എപ്പോഴും 2 വിലയായിട്ടാണ്. വാങ്ങാനുള്ള ആൾക്കാർ ഒരു വിലയ്ക്ക് ആണ് പറഞ്ഞു നിൽക്കുക, വിൽക്കാനുള്ള ആൾക്കാർ മറ്റൊരു വിലയാണ് പറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇതിൽ എപ്പോഴും ഇത് മാച്ച് ആകുമ്പോഴാണ് ഒരു കച്ചവടം നടക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 രൂപ 50 പൈസയ്ക്ക് ഒരാൾ ചോദിച്ച് നടക്കുകയാണ്, എനിക്ക് 1000 രൂപ 50 പൈസ കിട്ടിയാൽ ഞാൻ ഈ സ്റ്റോക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ആരെങ്കിലും ഒരാൾ 1000 രൂപ 50 പൈസയ്ക്ക് വാങ്ങാൻ റെഡി ആകുമ്പോഴാണ് അവിടെ കച്ചവടം നടക്കുക. അപ്പോൾ ഒരു ബയ്യർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു 1000 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ ഞാൻ വാങ്ങാമെന്ന്. അപ്പോൾ സെല്ലർ പറയുകയാണ് പറ്റില്ല, 1000 രൂപ 50 പൈസയ്ക്ക് ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും വില കുറവിന് ഓഫർ ചെയ്തിരിക്കുന്ന സെല്ലർ പറയുന്നത്. അപ്പോൾ ബയ്യർ പറയാണ് ഓക്കെ എന്നത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ആ 1000 രൂപ 50 പൈസയ്ക്ക് ഈ ബയ്യർ അത് വാങ്ങേണ്ട വരും. അപ്പോൾ പ്രൈസ് ഇങ്ങോട്ട് കയറും. അങ്ങനെയാണ് പ്രൈസ് സഞ്ചരിക്കുന്നതും. അപ്പോൾ പ്രൈസ് ഇങ്ങോട്ട് കയറും. 1000 അവസാനം നടന്നിരുന്നത് 1000 രൂപ 20 പൈസയായിരുന്നു കച്ചവടം. ഒരാൾ 1000 രൂപ 50 പൈസയ്ക്ക് ഒരു ബയ്യർ വാങ്ങാൻ തയ്യാറായ പ്രൈസ് 1000 രൂപ 50 പൈസയിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് വീണ്ടും
₹1050 മുകളിൽ ₹1060 പിന്നെ ആ സ്റ്റോക്ക് വേറൊരാൾ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബയർ ഇത് വേറെ വിലയ്ക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് തിരക്കിട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിന് വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും? ₹1060 മാർക്കറ്റ് കയറും. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു ഇത് എന്തുകൊണ്ടൊരു ഫോറക്സ് ട്രേഡർ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു കറൻസി പെയർ ചൂസ് ചെയ്യുമ്പോൾ, ട്രേഡ് ചെയ്യാൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ സ്പ്രെഡ്, അതായത് ആസ്കും ബിഡും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവുള്ള പെയറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് വിഷ്വലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനും നമ്മൾ ഈ പിപ്സ് അളക്കാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിപ്സ് അളക്കാൻ പഠിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏകദേശം വിഷ്വലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. പക്ഷേ കൃത്യമായിട്ട് ഇത് അളക്കണമെങ്കിൽ ഇത് അളക്കാൻ പഠിക്കണം. ഇപ്പോൾ EUR/USD ഇപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പ്രൈസ് നിൽക്കുന്നത്. ഇനി നമ്മളൊരു NST/CHF എന്ന് പറയുന്ന പെയർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡനാണ് അല്ലേ? ഇത്രയും വിട്ടുണ്ട്. ആസ്കും ബിഡും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി വൈഡനാണ്. EUR/USD നമുക്കൊന്നുകൂടി വരയ്ക്കാം. EUR/USD ഇത്രയാണുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വിഷ്വലി നമുക്ക് ഇത് രണ്ടും മനസ്സിലാവുന്നില്ല, എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷേ ആക്ച്വലി വാല്യൂ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. കാരണം ഈ ചാർട്ട് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസം മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഈ സ്ക്രീൻഷോട്ടിലേക്ക് തിരിച്ചു വരാം. ഇനി പിപ്സ് അളക്കാൻ എങ്ങനെയാണ് പിപ്സ് അളക്കുന്നത് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിപ്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അളക്കുന്നത് നമ്മുടെ പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ? ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ സംഖ്യയിലേക്കാണ് നമ്മൾ എണ്ണ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മുകളിലുള്ള ആസ്ക് പ്രൈസും, അപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും മാത്രം ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്കുള്ള പ്രൈസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എത്ര പിപ്സ് ആണെന്നുള്ളതാണ് നമ്മളിപ്പോൾ അളക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ബാക്കി രണ്ടും കളയാം. ഓക്കെ, അപ്പോൾ 1.1633 അല്ലേ? ഇപ്പോൾ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം 1.1633 അതുപോലെ താഴെയുള്ള ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.1631 അല്ലേ? ഇപ്പോൾ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു പരിപാടിയാണത് അല്ലേ? നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ സ്റ്റോക്കിൻ്റെ പ്രൈസാണ് കാണാറുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അളക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ സംഖ്യ അവിടെ നിന്ന് ബാക്കിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5ാമത്തെ സംഖ്യ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ പോവാണ്. ഇത് നമ്മൾ കാണാതിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അളക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതൊന്നു അതിൻ്റെ തെളിച്ചം കുറച്ചിടാം. അത് നമ്മൾ കാണുന്നില്ല അല്ലേ? ഇവിടെയും അവസാനത്തെ സംഖ്യ നമ്മൾ കാണുന്നില്ല. ഇതിന് വലിയ വാല്യൂ ഇല്ല, ഇതൊരു ചില്ലറ പൈസ പോലെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും തെളിച്ചം കുറച്ചിടാം. ഇനി നമുക്ക് അളക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താണ്? 1.1631 1.1633 ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ? 2 പിപ്പിൻ്റെ വ്യത്യാസമാണ് തമ്മിലുള്ളത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് നമുക്ക് മാറ്റി നിർത്താം അല്ലേ? കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? കോമൺ ആയിട്ടുള്ളത് നമുക്കൊരു കളറ് കൊടുക്കാം. ഏതാണ്? ഇവിടെ ഇതും കോമൺ ആണ്, ഇവിടെ ഇതും കോമൺ ആണ് അല്ലേ? ഇത്രയും കോമൺ ആണ്. ഇവിടെ ഇതും കോമൺ ആണ്. ബാക്കിയുള്ള തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 അല്ലേ? അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ സംഖ്യയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, പിപ്സ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ കടന്നാൽ തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആസ്കും ബിഡും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു സ്ഥലത്തുനിന്ന്, നമ്മുടെ മെയിൻ പർപ്പസ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥലത്തു നിന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയണം ഈ എൻട്രി പോയിന്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ എത്ര പിപ്സ് ഉണ്ട്. അപ്പോൾ ഇത് അളക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും.
അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രൈസ് 1050 രൂപ 50 പൈസയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു 20 പൈസ താഴെ, അതായത് 1050 രൂപ 30 പൈസയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണത്? എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക? നമ്മൾ ഈ അവസാനത്തെ സംഖ്യ ഒമിറ്റ് ചെയ്യുന്നു, അത് കണ്ടില്ല എന്നടിക്കുന്നു. അതിനുശേഷം ആ പോയിൻ്റ് നമ്മൾ എറൈസ് ചെയ്യുന്നു, അതും കണ്ടില്ല എന്നടിക്കുന്നു. ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പിപ്സിൻ്റെ കേസിലാണെങ്കിൽ 1.1750 നമ്മുടെ എൻട്രി പ്രൈസാണെന്ന് വിചാരിച്ചോ. 1.1740 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഏറ്റവും അവസാനത്തെ സംഖ്യ ഇത് എത്രയോ ആവട്ടെ, ഇത് 5 ആവാം അല്ലെങ്കിൽ 6 ആവാം, എത്രയായാലും, അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് ഇട്ടേക്കണത്. ഓക്കെ, ആ അവസാനത്തെ സംഖ്യ നമ്മൾ കണ്ടില്ല എന്നടിക്കുക, അല്ലെങ്കിൽ അത് കൂട്ടരുത്. അതിന് വലിയ വാല്യൂ ഇല്ല, അതിനെ പിപ്പറ്റ് എന്നാണ് പറയുക. പിപ്പറ്റ്, അതായത് പൈസ പോലെ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിൻറ്റും നമ്മൾ കണ്ടില്ല എന്നടിക്കുക, അല്ലെങ്കിൽ അത് എടുത്ത് കളയാം. അത് കഴിഞ്ഞിട്ട് മുകളിലുള്ള സംഖ്യയിൽ നിന്ന് താഴെയുള്ള സംഖ്യ കുറയ്ക്കുക. അപ്പോൾ അതാണ് ഇത് അല്ലേ. ഇവിടെ എക്സ് എടുത്ത് കളഞ്ഞു, അവസാനത്തെ സംഖ്യ എടുത്ത് കളഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആ പോയിൻ്റ് എടുത്ത് കളഞ്ഞു. അപ്പോൾ എത്ര കിട്ടുക? 11750. അത് കഴിഞ്ഞിട്ട് താഴെയുള്ള സംഖ്യ എത്രയാണ്? ഈ പോയിൻ്റ് ഇല്ല, എക്സും ഇല്ല, 11740. അപ്പോൾ അത് എത്രയാണ്? 10 പിപ്സ് അല്ലേ. ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ ഒരു കാര്യം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതൊരു എക്സസൈസാണ്, നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. 1.1111 നിന്ന് 1.1112 കയറിയാൽ, പ്രൈസ് കയറിയാൽ എത്ര പിപ്പ് കയറിയിട്ടുണ്ടാവും? ഇതേ സെയിം പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനവസാനം ഒരു സംഖ്യ ഉണ്ടാവും അല്ലേ, അത് നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ സംഖ്യ, അവസാനത്തെ സംഖ്യ ഇതിൽ അതേ വലുപ്പത്തിൽ തന്നെയാണ് കാണുന്നത് അല്ലേ, EUR/USD. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ അവസാനത്തെ സംഖ്യ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ആ പിപ്പറ്റ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കണ്ടില്ല എന്നടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ മനഃപൂർവ്വം കണ്ടില്ല എന്നടിക്കേണ്ടി വരും. അപ്പോൾ ഇതെത്രയോ ആവട്ടെ, ഇത് നമുക്കിവിടെ ഒരു എക്സ് ഇടാം, ഇപ്പുറത്തും നമുക്കൊരു എക്സ് ഇടാം അല്ലേ. എക്സ് ഇട്ടു, ഇപ്പുറത്തും നമുക്കൊരു എക്സ് ഇടാം അല്ലേ. എത്രയാവട്ടെ, നമുക്ക് വേണമെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ 5, ഇവിടെ 6, ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ അവസാനത്തെ സംഖ്യ കളയുന്നു. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഈ പോയിൻ്റ് കളയുന്നു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 11112 മൈനസ് 11111 = 1. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് അടിയിലേക്ക് നോക്കാം. 1.1111 അതും 1.1121 തമ്മിലുള്ള വ്യത്യാസം. അതായത് 1.1111 നിൽക്കുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ കറൻസി പെയറിൻ്റെ വാല്യൂ 1.1121 മൂവ് ചെയ്താൽ എത്ര പിപ്സ് കയറി നമുക്ക് പറയാൻ പറ്റും? 10 പിപ്സ്. സെയിം ലോജിക്കാണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ള അവസാനത്തെ സംഖ്യ നമ്മൾ കളഞ്ഞു, ഇവിടെ ഒരു സംഖ്യ ഉണ്ടായിരുന്നുണ്ടാവും, അത് നമ്മൾ കളഞ്ഞു, ഈ പോയിൻ്റ് എടുത്ത് കളഞ്ഞു അല്ലേ. എന്നിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. അപ്പോൾ ബാക്കി നമുക്ക് വളരെ ഈസിയാണ്. ഈ 111 രണ്ടിലും കോമൺ അല്ലേ, അപ്പോൾ അത് കണ്ടില്ല എന്ന് അടിച്ചാൽ മതി. 21 നിന്ന് 11 കുറച്ച് എത്രയാണ്? 10. ഈസി അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഈ 10 പിപ്സ് എന്ന് പറയുന്നതാണ് സ്പ്രെഡ്. അപ്പോൾ അല്ല, സ്പ്രെഡ് അല്ല. ഇതിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളൊരു സ്ഥലത്ത് നിന്ന് എൻ്റർ ചെയ്യാണ്, ഒരു സ്ഥലത്തു നിന്ന് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്ന് വിചാരിച്ചോ. ആ എൻ്റർ ചെയ്യുന്നിടത്തു നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, ഇത് നമ്മുടെ എൻട്രി, ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് തമ്മിൽ അളക്കാനാണ് നമ്മൾ പിപ്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ലൈൻ ഇട്ടു, ഇവിടെ ഒരു ലൈൻ ഇട്ടു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അളക്കണം അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര പിപ്സ് ആണെന്നുള്ള അളക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടിട്ടു. സെയിം ലോജിക്ക്
എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 1 പോയിൻറ്റ് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം അല്ലേ. 1.1582 മൈനസ് 1.1568 അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റർ റെഡി. ഇത് മനസ്സിൽ കൂട്ടാവുന്ന കാര്യമുള്ളൂ പലപ്പോഴും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തെ സംഖ്യ കളഞ്ഞു. ഇവിടുത്തെ 6 കളഞ്ഞു, ഇവിടുത്തെ 8 കളഞ്ഞു, ഈ പോയിന്റും കളഞ്ഞു, ഇതും കളഞ്ഞു, ഇതും കളഞ്ഞു. ഇതിൽ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? 115 രണ്ടിലും കോമൺ അല്ലേ. 82 - 68 എത്രയാ? 82 - 68 യെസ്, കറക്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആവണം. അതായത് നമ്മൾ ഇനി റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് വരാം. ഈ EURUSD മാത്രമല്ല, ജപ്പാനീസ് യെൻ ഒഴിച്ചുള്ള എല്ലാ പെയറും ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പെയർ തന്നെ പിടിക്കാം, AUD CAD. നിങ്ങൾ തന്നെ പറഞ്ഞു. ഇത് സ്പ്രെഡ് എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 പർപ്പസാണ് നമുക്കുള്ളത്. സ്പ്രെഡ് എത്രയാണെന്ന് നോക്കാനും, അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നു, ഇവിടെ നമ്മൾ ബൈ ചെയ്യുന്നു. നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ഇതാണെന്ന് വിചാരിച്ചോ. സ്റ്റോപ്പ് ലോസ് എത്ര പിപ്സ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് എന്നാണ് നമ്മൾ അളക്കേണ്ടത്. ഞാനിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ആസ്കും പ്രൈസും ബിഡൊക്കെ ഇവിടെ ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൊസിഷൻ ടൂൾ ഞാൻ ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അളക്കാൻ പഠിക്കാം. ഇതാണ് നമ്മുടെ എൻട്രി, ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ. അവിടെ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിനോട് ഇതൊക്കെ കൂടി തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഒന്ന് അളന്ന് പറയാൻ പറ്റും എത്രയാണ്. മുകളിലത്തെ 9 നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നു, താഴത്തെ 6 നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നു അല്ലേ. ബാക്കി കോമൺ ആയിട്ടുള്ള എല്ലാ എലമെൻസും നമ്മൾ ഒഴിവാക്കുന്നു. 0.98 വരെ രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പോൾ 73 - 44 എത്രയാണ്? 73 - 44 29 പിപ്സ്. സിമ്പിൾ അല്ലേ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അളന്നാലാണ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ളത് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിപ്സ് യൂസ് നമ്മൾ മെഷർ ചെയ്യുന്ന ടൂളിന്റെ പേരെന്താ? ഇത് ടൂളിൻ്റെ പേര് ഷോർട്ട് പൊസിഷൻ ടൂള് അല്ലെങ്കിൽ ലോങ് പൊസിഷൻ ടൂള്. നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ലോങ് പൊസിഷൻ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. എങ്ങനെയാ എടുത്തത്? ഈ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് കണ്ടോ, ഈ 5ാമത്തെ സെക്ഷനിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് വരികയാണ്. അതായത് റിയലി നമുക്കത് എങ്ങനെയാണ് ഒരു ചാർട്ടിൽ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ അളക്കാൻ നോക്കാം. USD JPY. അപ്പോൾ JPY വെച്ചിട്ടുള്ള പേഴ്സ് ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളത് ഏതെങ്കിലും പിടിക്കാം. NST USD അല്ലേ. NST USD നമ്മൾ ബൈയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മൾ ബൈ ചെയ്തു എന്ന് വിചാരിച്ചോ. ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മൾ ബൈ ചെയ്തു, ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു. ഇതിന് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചു. 1-2 ഇരട്ടി നമ്മുടെ ടാർഗറ്റ് വെച്ചു എന്ന് വിചാരിച്ചു. ഓക്കെ, അത് നമ്മൾ ഇവിടെയാണ് നോക്കുന്നത്. ഈ റേഷ്യോ എന്ന് പറയുന്നിടത്ത് 2 ആവണം. അതായത് 1-2 കിട്ടണമെങ്കിൽ ദൂരം അളക്കണമെങ്കിൽ 2. 1-2 ഇരട്ടി ടാർഗറ്റ് വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ 2 വില കാണാം. ഇതാണ് നമ്മളുടെ ഈ ഗ്രേ കളറിൽ കാണുന്നതാണ് നമ്മുടെ എൻട്രി പ്രൈസ്, ആ ക്യാൻഡിലിൻ്റെ ക്ലോസ് അല്ലേ. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റണം. വേണമെങ്കിൽ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്നും നമ്മൾ നോക്കാണ്ട് ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഇത് ഞാൻ ക്രോപ്പ് ചെയ്യണം അല്ലേ. അതിലേക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ക്രോപ്പ് ചെയ്യണം. ഒന്ന് സൂം ചെയ്ത് കാണാം അല്ലേ. എത്രയാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും? 41 അല്ലേ. അപ്പോൾ 8ഉം അവസാനത്തെ 8ഉം 9ഉം നമ്മൾ മുകളിലത്തെ 8ഉം താഴത്തെ 9ഉം നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചു. 0.58 രണ്ടിലും കോമൺ ആണ്. അപ്പോൾ 72 - 31 കറക്റ്റ് അല്ലേ. 72 - 31 അത് വേണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. പലർക്കും മനക്കണക്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും അല്ലേ. ഇപ്പോൾ പിപ്സ് കാൽക്കുലേഷൻ സിമ്പിൾ അല്ലേ. ഇനി പിപ്സും പിപ്പറ്റും. അപ്പോൾ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് പോസിബിൾ എമൗണ്ട് ദാറ്റ് എ കറൻസി ക്യാൻ മൂവ്
അതായത് ഒരു കറൻസിക്ക് ഏറ്റവും കുറവ് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റിനെയാണ് പിപ്പറ്റ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് പൈസ പോലെ പൈസ അല്ലേ, അര പൈസയായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ സ്റ്റോക്കിന്, ഒരു പൈസയായിട്ടല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നത് പറഞ്ഞ പോലെ നമുക്ക് പിപ്പറ്റിനെ കാണാം. അപ്പോൾ പിപ്പറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ കാണുന്ന ഈ 5 അക്ഷരങ്ങൾ, പോയിന്റ് കഴിഞ്ഞിട്ട് 5 അക്ഷരങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതിലേറ്റവും അവസാനത്തെ സംഖ്യയാണ് പിപ്പറ്റ്. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഉള്ളതിലെല്ലാം പോയിന്റ് കഴിഞ്ഞിട്ട് 5 അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും അതിലേറ്റവും അവസാനത്തെ ഓൾറെഡി ചെറുതാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ വാല്യൂയാണ് പിപ്പറ്റ്. അപ്പോൾ എല്ലാ പെയേഴ്സിലും എങ്ങനെയാണ്, ഈ ജപ്പാനീസ് യെൻ ഒഴിച്ച് അല്ലാത്ത പെയേഴ്സിലൊക്കെ എങ്ങനെയാണ് ഈ ലാസ്റ്റ് കാണുന്നതാണ് പിപ്പറ്റ്. അതാണ് നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഡെസിമൽ, ദ 5th ഫോർ നോർമൽ പെയേഴ്സ് ആൻഡ് ദ 3rd ഫോർ JPY പെയേഴ്സ്. അപ്പോൾ ജപ്പാനീസ് യെൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയേഴ്സുകൾ, അപ്പോൾ ഇതിൽ എടുത്ത് നിൽക്കുന്നത് ജപ്പാനീസ് യെൻ ആണ് അല്ലേ. ഇപ്പോൾ ഇതിലെ വിലകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മിക്കതും ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആണ്. അതായത് മിക്ക കറൻസികളുടെ മൂല്യം തമ്മിൽ വലിയ മാറ്റമില്ല. പക്ഷെ ഇതിൽ വലിയ മാറ്റമുള്ള ഒരു കറൻസിയാണ് ജപ്പാനീസ് യെൻ. ജപ്പാനീസ് യെൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനേക്കാളും മൂല്യം കുറഞ്ഞൊരു കറൻസിയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലേറ്റവും ഫേമസ് ജപ്പാനീസ് യെൻ വെച്ചിട്ടുള്ള ഏറ്റവും ഫേമസ് പെയർ ഏതാണ്? ഡോളറും ജപ്പാനീസ് യെനും തമ്മിലുള്ള അനുപാതം അതെത്രയാണ്? 159. അതായത് 159 ജപ്പാനീസ് യെൻ കൊടുത്താലേ $1 കിട്ടുള്ളൂ. അത്രയും മൂല്യം കുറവാണ് ജപ്പാനീസ് യെന്നിന്. അതുകൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യയാണത്. 4ാമത്തെ സംഖ്യയ്ക്ക് പകരം പോയിന്റ് കഴിഞ്ഞ് 2ാമത്തെ സംഖ്യ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ കാൽക്കുലേറ്റ് ചെയ്യണത് സെയിം തന്നെ. അപ്പോൾ നമുക്ക് എത്ര പിപ്പ് സ്പ്രെഡ് ഉണ്ടെന്ന് ഇപ്രാവശ്യം നോക്കാം അല്ലേ. ജപ്പാനീസ് യെൻ സ്പ്രെഡ് ഇതിലെത്ര സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും, നടുക്കുള്ള പ്രൈസ് നോക്കണ്ട. ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. എത്ര പിപ്സാണ് സ്പ്രെഡ്? അവസാനത്തെ സംഖ്യ കണ്ടില്ല എന്നടിക്കുക, 2 പിപ്സ് അല്ലേ. 159.9 വരെ രണ്ടിലും ഉണ്ട്. അപ്പോൾ 3 - 1, അപ്പോൾ 2 പിപ്പാണ് സ്പ്രെഡ് ഉള്ളത്. അപ്പോൾ ഇനി ജപ്പാനീസ് യെനും വേറെ ജപ്പാനീസ് യെൻ വെച്ചിട്ട് വേറെ ഏത് പെയറാണുള്ളത്? നമ്മൾ പല പല കറൻസികളുടെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന കറൻസികളുടെ ഒരു ലിസ്റ്റ് കണ്ടു. അതിൽ ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലുള്ളതാണ് ന്യൂസിലാൻഡ് ഡോളറും ഫ്രാങ്കൊക്കെ, സ്വിസ് ഫ്രാങ്കൊക്കെ. അപ്പോൾ ന്യൂസിലാൻഡ് ഡോളറും ജപ്പാനീസ് യെനും ഒന്ന് നോക്കാം. ഇത് എത്ര പിപ്സാണ്? NST JPY 3 പിപ്സ്, 76 - 73 അല്ലേ. ഇനി ഏറ്റവും കുറവ് സ്പ്രെഡുള്ള കറൻസി ഏതാണ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കുറവ് സ്പ്രെഡുള്ള, അതായത് ഒരു ഫോറക്സ് ട്രേഡർക്ക് ഒരു പെയർ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പെയർ ഏതാണ്? യൂറോ USD. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് ട്രേഡ് ചെയ്യുന്ന പെയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിപ്സും പിപ്പറ്റും നോക്കാം. എത്രയാണ് യൂറോ USDയുടെ സ്പ്രെഡ്? 1 പിപ്പ് അല്ലേ. അപ്പോൾ യൂറോ USD ബേസിക്കലി 1 പിപ്പാണ് വ്യത്യാസം. അപ്പോൾ 1 പിപ്പ് പോലും ഉണ്ടാവുന്നില്ല, കാരണം നമ്മൾ ഈ പിപ്പറ്റ് നോക്കുകയാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലേ. ബിലോ 1 പിപ്പിൽ നിൽക്കുന്നതാണ് യൂറോ USD. അപ്പോൾ ക്ലിയർ ആയില്ലേ സ്പ്രെഡ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ പിപ്പ് എന്താണെന്നുള്ളത്, പിപ്പറ്റ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ സ്പ്രെഡിന്റെ കാര്യം പറഞ്ഞു. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ആസ്കും ബിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ്. ഓക്കെ. ആസ്കും ബിഡും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. അപ്പോൾ ബിഡ് എന്താണെന്ന് ചോദിച്ചാൽ, ആസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ബിഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ലേലം വിളിക്കുക അല്ലേ. ദ ഹയസ്റ്റ് പ്രൈസ് അറ്റ് വിച്ച് എ ബയർ ഈസ് വില്ലിംഗ് ടു ബൈ. ബൈ ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ഗണം അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊരു കോടതി മുറി പോലെ നമുക്ക് കാണാം. പണ്ടത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കോടതി മുറി പോലെയാണ്. ഒരു ജഡ്ജി, കുറേ വക്കീൽമാർ, കുറേ ബയേഴ്സ്, സെല്ലേഴ്സ്. അപ്പോൾ ബയേഴ്സ് ലെഫ്റ്റ് സൈഡിലും സെല്ലേഴ്സ് റൈറ്റ് സൈഡിലുമായിട്ടുള്ളൊരു കോടതി മുറി. അപ്പോൾ കുറേ പേര് അവിടെ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് ആ വില ബോർഡിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കുകയാണ് പണ്ടത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലയാണ് എന്ത്? ബിഡ് പ്രൈസ്.
അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ലേലം വിളിക്കില്ലേ കോഴീനെ. അപ്പോൾ അതിൽ നാട്ടുകാരിൽ ഒരാൾ വിളിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അവർ പറയണം ഞാൻ 150 രൂപയ്ക്ക് തരാം അല്ലെങ്കിൽ 200 രൂപ തരാം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വില പറയുന്ന ആൾക്കാണല്ലോ ആ കോഴീനെ കൊടുക്കാറ്. അപ്പോൾ അതാണ് ബിഡ് പ്രൈസ്, ലേലം പ്രൈസ്. ഇനി ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കയ്യിലുള്ള ആൾ ചോദിക്കുന്ന പ്രൈസ്. ഓക്കെ, അപ്പോൾ പല കടയിലും പല വിലയാണ്. അപ്പോൾ ഒരു കടയിൽ ചായക്ക് 15 രൂപയാണ്. അപ്പോൾ അവിടുത്തെ ആസ്കിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ചായ അടിക്കുന്ന ആൾ ചോദിക്കുന്ന പ്രൈസ് 15 ഓക്കെ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഏത് കറൻസി നമ്മൾ ട്രേഡ് ചെയ്യാൻ ചൂസ് ചെയ്യണം, ഏതാണ് നല്ല കറൻസി ഏതാണ് പൊട്ട കറൻസി എന്ന് മനസ്സിലാക്കാൻ സ്പ്രെഡ് നമുക്ക് യൂസ് ചെയ്യാം, വലിയൊരു മാനദണ്ഡമാണ്. അപ്പോൾ ഇതിനും പുറത്തുള്ള കറൻസികളുണ്ട് ഫോറക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ. ഇതിൽ ഞാൻ അത് ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം അത് സ്പ്രെഡ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ 8, 10, 15 പിപ്സ് സ്പ്രെഡ് വരും. സ്പ്രെഡ് കൂടുന്നതിനനുസരിച്ച് നമുക്കത് നല്ലതാണോ നല്ലതല്ലേ എന്ന് മനസ്സിലാക്കാം. അതെ അതെ, ഇതിപ്പോൾ എത്ര സ്പ്രെഡ് ഉണ്ടെന്ന് നോക്കിയേ. ഇത് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമ്മൾ നേരത്തെ പവർ പോയിന്റിൽ കൊണ്ടിട്ടു, സ്റ്റാറ്റിക് ആയിട്ട് നോക്കി. ഇത് നോക്കി പറയാൻ പറ്റണ്ട, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GBP NST ഈ ഉള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെയർ, സ്പ്രെഡ് കൂടിയ പെയർ GBP NST ആണ്. അതുകൊണ്ട് ഇത് സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതല്ല, സ്വിംഗ് ട്രേഡിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാവൂ. അതായത് 1 മണിക്കൂർ 15 മിനിറ്റ് നേരത്തേക്കുള്ള കളിക്ക് പറ്റിയ പെയറല്ല. 3-4 ദിവസത്തേക്ക് വാങ്ങുകയാണെങ്കിൽ ആ സ്പ്രെഡ് അതിനെ സംബന്ധിച്ചിടത്തോളം ചെറുതാണ്. എത്രയാണോ? 7 പിപ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? 31 - 23 അല്ലേ. ഇപ്പോൾ സ്പ്രെഡ് വളരെ കൂടുതലാണ്. അപ്പോൾ യൂറോ ഈ ഗണത്തിൽ നോക്കുകയാണെങ്കിൽ യൂറോ USDക്കാണ് ഏറ്റവും കുറവ് സ്പ്രെഡ്, GBP NSTക്കാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ്. അപ്പോൾ നമുക്ക് നല്ല പെയേഴ്സുകൾ ഏതിലാണ് ലാഭം എന്ന് പല ആൾക്കാരും ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ബേസിക്കലി നമ്മൾ അത് നോക്കേണ്ടത് സ്പ്രെഡാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലോട്ട് സൈസ് കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങാം അല്ലേ. ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങാം. പക്ഷേ ഫോറക്സിൻ്റെ കേസ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതൊരു ബണ്ടിലായിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റമാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറവ് പൈസയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഞ്ചാബ് നാഷണൽ ബാങ്ക് 104 രൂപ അല്ലേ, IRFC 96 രൂപ. നമുക്ക് 96 രൂപ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണമായിട്ട് വാങ്ങാൻ പറ്റും. അല്ലാതെ 500 എണ്ണം വാങ്ങണം അല്ലെങ്കിൽ 1000 എണ്ണം വാങ്ങണം എന്നൊരു കരാറില്ല. നമുക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് വാങ്ങാം. പക്ഷേ ഫോറക്സിൽ ഇത്ര ചെറിയ പൈസയ്ക്ക് നമുക്കത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫോറക്സ് ഒരു ബണ്ടിലായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ 2-3 തരങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബണ്ടിലിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ലോട്ട്. ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ചാക്ക്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1,00,000 കറൻസിയാണ്. ഏത് കറൻസിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ആ കറൻസിയുടെ 1,00,000 കറൻസി. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറോ USD എന്ന് പറയുന്നതാണ് പെയറാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ യൂറോ 1,00,000 നമ്മൾ ആക്ച്വലി വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഊഹിക്കാമല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ മിനി ലോട്ടായിട്ട് നമുക്ക് അതിനെ വാങ്ങാം. മിനി ലോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 10-1 മിനി ലോട്ട്. അപ്പോൾ എത്രയായിരിക്കും? 1,00,000 കറൻസിക്ക് പകരം 10,000 കറൻസി. അപ്പോൾ ആക്ച്വലി നമ്മളൊരു മിനി ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആൾ 10,000 കറൻസിയാണ് വാങ്ങുന്നത്, 10,000 യൂറോ ആണ് വാങ്ങുന്നത് ഡോളർ കൊടുത്തിട്ട്. ഇനി മൈക്രോ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 100-1. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വെക്കുക. സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 10-1 മിനി ലോട്ട്, സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 100-1 മൈക്രോ ലോട്ട്. അപ്പോൾ മിനി ലോട്ടിൻ്റെ എത്രയായിരിക്കും? മൈക്രോ ലോട്ടും മിനി ലോട്ടും തമ്മിലുള്ള ബന്ധം 10 അല്ലേ, 10ൻ്റെ ഗുണിതം. മിനി ലോട്ടിൻ്റെ 10-1 മൈക്രോ ലോട്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ബിഗിനേഴ്സ് എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്? മൈക്രോ ലോട്ടാണ് വാങ്ങേണ്ടത്. വലിയ പൈസയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ടൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ മൈക്രോ ലോട്ടാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ബ്രോക്കറുടെ പാനലിൽ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ, എഴുതി കൊടുക്കണം. ആ എഴുതി കൊടുക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്. സ്റ്റാൻഡേർഡ് ലോട്ടിന് നമ്മൾ വെറും 1 എന്നാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 1 എന്നിട്ടാൽ ഒരു ക്വാണ്ടിറ്റി പഞ്ചാബ് നാഷണൽ ബാങ്ക് വാങ്ങുന്നു. പക്ഷേ നമ്മൾ ഫോറക്സിൽ 1 എന്നിട്ടാൽ അതിൻ്റെ അർത്ഥം 1,00,000 കറൻസിയാണ് വാങ്ങുന്നത്. അപ്പോൾ വലിയ പൈസ നഷ്ടമാവും അല്ലേ. ഒരു ട്രേഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ $1,000 ഒരു അക്കൗണ്ടിൽ ഒരു ട്രേഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് $300-500 ലോസ് വരും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനി ലോട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 0.1 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി മൈക്രോ ലോട്ടാണെന്ന് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 0.01 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലുള്ളൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ്, പല ആൾക്കാരും ട്രേഡ് ചെയ്യാൻ പേടിക്കുന്ന, പ്രത്യേകിച്ച് തുടക്കക്കാർ പേടിക്കുന്ന ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് തെറ്റുമ്പോൾ വലിയ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് വാങ്ങേണ്ടടുത്ത് 1000 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലോ, ഒരു 3 പൂജ്യം എക്സ്ട്രാ അടിച്ച് കഴിഞ്ഞാലോ എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ്? വലിയ ലോസ് വരും അല്ലേ? കുറച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ലോസ് പ്രോഫിറ്റും ഭയങ്കരമായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ, അത് നമ്മൾ എക്സ്ട്രാ അടിക്കാറില്ല അല്ലേ? ഒന്നിന് പകരം നമ്മൾ 3 പൂജ്യം അറിയാണ്ടൊന്നും അടിക്കാറില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ച് സംഭവിക്കാം. നമ്മൾ 0.01 അടിച്ച് ഒരു മൈക്രോ ലോട്ട് വാങ്ങുന്നതിന് പകരം ആ പോയിന്റ് ഇടാൻ മറന്നാൽ ഒരു ലോട്ടാണ് കയറി വാങ്ങുക. അപ്പോൾ ഇത് റിയാലിറ്റിയിൽ ശരിക്കും ഭയങ്കര എന്താ പറയുക, നല്ല പണി വരുന്നൊരു സംഭവമാണ്. ഇത് പലപ്പോഴും പല ബിഗിനേഴ്സ് ട്രേഡേഴ്സിനും ഇത് പലപ്പോഴും സ്വയമായിട്ട് ഫോറക്സ് പഠിച്ചെടുക്കുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ബ്രോക്കറുടെ അക്കൗണ്ടിൽ പോയിട്ട് ഒരു സ്പെസിഫിക് ഒരു വെബ്സൈറ്റ് ആയിരിക്കുമല്ലോ, ബ്രോക്കറുടെ വെബ്സൈറ്റിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റും. അതായത് നമ്മളുടെ ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവും, ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിൽ പോയിട്ട് ബിഗിനേഴ്സ് എപ്പോഴും ആ സ്വിച്ച് ഓൺ ചെയ്യേണ്ടതുണ്ട്. ഡിഫോൾട്ട് അൺലിമിറ്റഡ് ലിവറേജ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ലിവറേജ് ഇത്ര ഇരട്ടി മതി എന്നുള്ളത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അത് സാധാരണ നിലയ്ക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് 50 ഇരട്ടി മതി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു $100 ഉണ്ടെങ്കിൽ മാക്സിമം 100 × 50 $5000 ട്രേഡ് വരെ നടക്കാവൂ. അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ മൈക്രോ ലോട്ട് തെറ്റി സ്റ്റാൻഡേർഡ് ലോട്ട് ഇട്ടാലും അത് പോയി വാങ്ങില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഈ ഒരു ഫാക്റ്റ് എനിക്ക് കൊണ്ട് 3 വർഷം ട്രേഡ് ചെയ്തിട്ട്, ഫോറക്സിൽ 3 വർഷം ട്രേഡ് ചെയ്ത് പല ഗ്രൂപ്പുകളിൽ കയറി പല ഇൻഫോർമേഷൻസ് കേട്ട് ട്രേഡ് ചെയ്ത ഒരു വ്യക്തി ഈ ഇടയ്ക്ക് പറയുണ്ടായി, ഒരു മൈക്രോ ലോട്ട് ഇടുന്നതിന് പകരം ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് ഇട്ടു. അപ്പോൾ ആൾ ടൂറ് പോവായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അപ്പോൾ അതിനിടയ്ക്ക് മൊബൈലിൽ ഇങ്ങനെ ചെറുതായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1.5 ലക്ഷമായിരുന്നു ആ സമയത്ത്, ക്യാപിറ്റൽ ഏകദേശം 1.5 ലക്ഷമായിരുന്നു. അതായത് $2000. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിനടുത്താണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം മൈക്രോ ലോട്ടിന് പകരം സ്റ്റാൻഡേർഡ് ലോട്ട് ഇട്ടപ്പോൾ പെട്ടെന്ന് കുറച്ച് പ്രോഫിറ്റ് കാണിച്ചു. അതായത് ആൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് കാണും. അപ്പോൾ ആൾ വിചാരിച്ചു പ്രോഫിറ്റിലാണല്ലോ, ലോസിലല്ലല്ലോ, അബദ്ധം പറ്റി, എന്നാൽ അത് പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വർത്തമാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആലോചിച്ച് ഇപ്പം എത്രയായി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അക്കൗണ്ട് വാഷ് ഔട്ടായിപ്പോയി. വാഷ് ഔട്ട് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ $1.5 ലക്ഷം വെള്ളത്തിലായി. അപ്പോൾ അത് അതിനിടയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇയാൾ ട്രേഡ് ചെയ്യാണ് ഇത്ര വലിയ സീരിയസ് കാര്യം എന്നുള്ളത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ചു. ജസ്റ്റ് ഒന്ന് മറന്നുപോയി. അപ്പോൾ അത്രയും 100 ഇരട്ടി നമുക്ക് പറഞ്ഞതിൻ്റെ 100 ഇരട്ടി ലോസ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ട്രേഡ് എടുക്കുമ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. അപ്പോൾ അത് മര്യാദയ്ക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 1500 പൗണ്ട് കൊടുത്ത് 1-2% പൗണ്ട് എടുത്തതിന് പകരം അതിൻ്റെ 100 ഇരട്ടി പോയി. അതായത് അക്കൗണ്ട് വാഷ് ഔട്ടായി എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്, ഈ പോയിന്റ് ഇടാൻ മറക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക, ഒരു മൈക്രോ ലോട്ടാണ് നമുക്ക് വേണമെങ്കിൽ 0.01. അപ്പോൾ പലപ്പോഴും നമ്മളൊരു $500 അല്ലെങ്കിൽ $200 ഒക്കെ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ എപ്പോഴും ഇത് 0.01 അല്ലെങ്കിൽ 0.02 0.03 എന്നുള്ള തരത്തിലാണ് വാങ്ങാറ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ലോട്ട് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു മൈക്രോ ലോട്ട് വാങ്ങിച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ എത്ര ഫ്ലക്ച്വേഷൻ വരുന്നതാണ് കാണാൻ പോകുന്നത്. അതായത് ഈ ലോട്ട് ആക്ച്വലി ഈ ലോട്ട് 10,000 കറൻസിയാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കറൻസി ഒരു ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ. അപ്പോൾ ബേസിക്കലി കറൻസീസ് ആർ ട്രേഡഡ് ഇൻ ലോട്ട്സ് റദർ ദാൻ സിംഗുലർ യൂണിറ്റ്സ്. 4 സൈസസ് ടു ചൂസ് ഫ്രം. അപ്പോൾ അതിൽ ചില ബ്രോക്കേഴ്സിന് ഈ നാനോ ലോട്ട് ഉണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. പല നല്ല സ്റ്റാൻഡേർഡ് ബ്രോക്കേഴ്സിന് അത് ഉണ്ടാവണമെന്നില്ല പലപ്പോഴും. അപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് ഈസ് ദ ലാർജസ്റ്റ് റെപ്രസെൻറ്റിംഗ് 1 lakh യൂണിറ്റ്സ് ഓഫ് ദ ബേസ് കറൻസി. അപ്പോൾ EURUSD വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങണത് ഡോളറല്ല, യൂറോ ആണ്. നമ്മുടെ ഇരിക്കുന്ന ഡോളർ കൊടുത്തിട്ട് യൂറോ ആണ് വാങ്ങണത്. അപ്പോൾ യൂറോൻ്റെ 1 ലക്ഷം കറൻസിനെയാണ് നമ്മൾ ആക്ച്വലി ഇത് പർച്ചേസ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് ഓർഡർ കൊടുത്താൽ. അപ്പോൾ ഇനി ഈ നേരത്തെ പഠിച്ച ഈ പിപ്പും അല്ലെങ്കിൽ പിപ്പറ്റും ഈ
ലോട്ട് വാങ്ങിയാലുള്ള ആ ഒരു വ്യത്യസ്തമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 10 പിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടുന്ന് ഒരു 10 പിപ്പ് അകലെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഒരു 20 പിപ്പ് അകലെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു മിനി ലോട്ട് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡോളർ ലോസ് ആവും, അല്ലെങ്കിൽ ഒരു മൈക്രോ ലോട്ട് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡോളർ ലോസ് ആവും എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 1 പിപ്പ് ഈക്വൽ ടു $10 ഇൻ എ സ്റ്റാൻഡേർഡ് ലോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പിപ്പും ഈ പറഞ്ഞ ലോട്ട് സൈസും നമ്മൾ ബന്ധപ്പെടുത്താണ്. ഒരു പിപ്പ് എന്ന് പറയുന്നത് $10. പക്ഷെ അതൊരു മൈക്രോ ലോട്ട് വാങ്ങിച്ചാലല്ല, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് മേടിച്ചാലാണ്. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ലോട്ട് തമ്മിലുള്ള ബന്ധം കിട്ടിയാൽ പിന്നെ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള പിപ്പ് നമുക്ക് എങ്ങനെയാണ് അളക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. 1.6626, 1.6607. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പൊസിഷൻ ടൂളിൽ നമുക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും, 20. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ 20 പിപ്പ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 20 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ പോയിൻ്റ് ഉണ്ട്, ഒന്നുണ്ട്. അപ്പോൾ അവസാനത്തെ സംഖ്യ കണ്ടില്ല എന്നടിക്കുന്നു, ഈ പോയിൻറ്റും കണ്ടില്ല എന്നടിക്കുന്നു. അപ്പോൾ എത്രയാണ് 20 അല്ലേ, ഈസി മെത്തേഡ്. അപ്പോൾ ഈ 20 പിപ്പ് നമ്മൾ താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊരു ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മളൊരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് എടുത്തതെന്ന് വിചാരിച്ചോ, നമുക്ക് എത്ര ഡോളറായിരിക്കും ആ ഒരു ട്രേഡിൽ ലോസ് വരാം? ഒരു പിപ്പ് എന്ന് 200 അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു പിപ്പ് എന്ന് പറഞ്ഞാൽ $10. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു മൈക്രോ ലോട്ടാണെങ്കിലോ, എത്ര ഡോളറായിരിക്കും നമുക്ക് ലോസ് വരാം? സ്റ്റാൻഡേർഡ് ലോട്ടാണെങ്കിൽ 200 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മൈക്രോ ലോട്ട് സ്റ്റാൻഡേർഡ് ലോട്ട് തമ്മിലുള്ള ബന്ധം എത്രയാണ്? 100 അല്ലേ, 100 അപ്പോൾ എത്ര? $2 അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമുക്കിത് രണ്ടും കണക്ട് ചെയ്തിട്ട് കുറച്ച് എക്സസൈസുകൾ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. പൊസിഷൻ കാൽക്കുലേറ്റർ വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇത്ര നിന്ന് ഇത്രയിലേക്ക് മൂവ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം. അത് എത്ര ഡോളർ, നമ്മളെ ആൻസർ ഡോളറിലായിരിക്കണം. അപ്പോൾ അത് ഒരു ലോട്ട് വാങ്ങിച്ചാലുള്ള കേസുണ്ട്, ഒരു മിനി ലോട്ട് വാങ്ങിച്ചാലുള്ള കേസുണ്ട്. മിനി ലോട്ടിനെ നമ്മൾ പറയുക 0.10. ഒരു മൈക്രോ ലോട്ട് നമ്മൾ പറയുക 0.01 വാങ്ങിച്ചാലുള്ള കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം കൂടി നോക്കി കൺഫ്യൂഷൻ ആവണ്ട, ആദ്യത്തെ ഒരം മാത്രം ഫോക്കസ് ചെയ്യാം അല്ലേ. ഒരു ലോട്ട് നമ്മൾ വാങ്ങിച്ചു, അപ്പോൾ 0.1000 എന്ന് വിചാരിക്കുക. അതിന് പകരം 0.1001 കയറിയാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ. കാരണം ഇവിടുന്ന് മേടിച്ചിട്ട് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ. എത്ര ഡോളറാണ് നമുക്ക് കിട്ടുക? $10. സിമ്പിൾ അല്ലേ. അപ്പം ഇനി അടുത്തത് പോവാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളത് വർക്കൗട്ട് ചെയ്യാതെ പോരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് എക്സസൈസുകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വേറെ എക്സ്ട്രാ എഫേർട്ട് വേണ്ട. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഒരു മിനി ലോട്ട് വാങ്ങിച്ചിട്ട് 1.2222, പിന്നെ അവസാനം ഒരു നമ്പർ ഉണ്ടാവും, നമ്മൾ കൂട്ടുന്നില്ല. ഓക്കെ, അതിൽ നിന്ന് 2223 കയറി കഴിഞ്ഞാൽ എത്ര ഡോളറായിരിക്കും നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? എത്ര ഡോളറായിരിക്കും? $1. കറക്റ്റ് അല്ലേ. ഇവിടെ $10 ആണെങ്കിൽ ഇവിടെ $1. ഇനി ഒരു മൈക്രോ ലോട്ട് വാങ്ങിച്ചിട്ട് 1.5555 നിന്ന് 1.5455 മാറിയാലോ? അപ്പോൾ ഇത് ഇറങ്ങാണ് ചെയ്തത് അല്ലേ. ഇറങ്ങിയാലോ നമുക്ക് എത്ര ഡോളറായിരിക്കും നഷ്ടം വരാം? $1. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കിയാൽ എത്രയാ? 1.52 കോമൺ ആണ് അല്ലേ. 555 മൈനസ് 455 എത്രയാണ്? 100 അല്ലേ.
100 പിപ്സ് അല്ലേ? 1000. 1000. 100 പിപ്സ് എന്നുള്ളത് കിട്ടിയല്ലോ അല്ലേ? 100 പിപ്സ് ആണ് ഇതിൻ്റെ ആൻസർ, ഡിഫറൻസ്. ഇനി നമുക്കത് എത്ര ഡോളർ ആണെന്നുള്ളത് കാണാം. അപ്പോൾ $10 കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു ലോട്ടാണെങ്കിൽ നമുക്ക് എത്രയാണ്? $10 അല്ലേ? അപ്പോൾ അത് ഒരു മൈക്രോ ലോട്ടാണെങ്കിൽ $1, ഒരു മിനി ലോട്ടാണെങ്കിൽ $1, മൈക്രോ ലോട്ടാണെങ്കിലോ $1 10 അപ്പോൾ 100 പിപ്സ് ആണെങ്കിലോ 10 പിപ്സ് ആണെങ്കിൽ $1, 100 പിപ്സ് ആണെങ്കിൽ $10. ഓക്കെ, അപ്പോൾ ഈസിയല്ല. ഇങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലോട്ട് വാങ്ങിച്ചു, 10.20 നിന്ന് 10.10 മൂവ് ചെയ്താൽ ലോസാണ്. എത്ര ഡോളർ? 100. ഇനി ഒരു മൈക്രോ വാങ്ങിച്ചു, 22.42 നിന്ന് 22.52 മൂവ് ചെയ്താൽ എത്ര പ്രോഫിറ്റ് ഓർ ലോസ്? $10 അല്ലേ? 10 പിപ്സ് എന്ന് പറഞ്ഞാൽ $10. അപ്പോൾ മൈക്രോ ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. എത്ര പിപ്സ് ആണോ അത്ര ഡോളർ. മിനി ലോട്ട് എന്നിങ്ങനെയാണ് 100 പിപ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എത്ര ഡോളറാണ്? $10. ഈസി അല്ലേ? ഇനി നമുക്ക് റിയൽ ചാർട്ടിലേക്ക് വരാം. NST-CHF. അപ്പോൾ NST-CHF നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തു. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഒരു മൈക്രോ ലോട്ട് വാങ്ങിച്ചാൽ നമുക്ക് എത്ര ഡോളർ ലോസ് വരും? നമ്മൾ തുടക്കക്കാരാണ്, അപ്പോൾ ഒരു മൈക്രോ ലോട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യണത്, വിൽക്കല്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആസ്ക് പ്രൈസാണ്. സൂം ചെയ്ത് കാണിക്കണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആസ്ക് പ്രൈസും സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു മൈക്രോ ലോട്ട് മേടിച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എത്ര രൂപ ലോസ് വരും? എത്ര ഡോളർ ലോസ് വരും? 64 - 46 അല്ലേ? 64 - 46 എത്രയാണ്? 18 പിപ്സ്. നമ്മൾ മേടിച്ചേക്കുന്നത് ഒരു മൈക്രോ ലോട്ടാണ്. $18 ലോസ് വരണമെങ്കിൽ എന്ത് മേടിക്കണം? ഒരു മിനി ലോട്ട് മേടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ മൈക്രോ ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 അപ്പോൾ $18 10 എത്രയാണ്? $1.8 അല്ലേ? അപ്പോൾ ഏകദേശം $2, 200 രൂപ. കറക്റ്റ് അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ? മനക്കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഇത്രയും മനസ്സിലായി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇനി. കാരണം എന്താ, ഈ ട്രേഡൊക്കെ ഞാൻ സ്റ്റുഡൻസിന് കൊടുത്ത ട്രേഡാണ്. ഒന്നുമില്ല, ഒരു കൊച്ചുകുട്ടിക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോയി, താഴത്തേക്ക് പോയി, മുകളിലേക്ക് പോയി, താഴത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും ബൂം, ഒരു നല്ല സ്ട്രോങ് ക്യാൻഡിൽ കണ്ടു. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ചുളിവ് വിലക്ക് കണ്ടപ്പോൾ വാങ്ങി അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഒരു മൈക്രോ ലോട്ട് വാങ്ങിച്ചെങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? നമ്മളുടെ എൻട്രി നമ്മളിവിടെ ഗ്രേ കളറിലാണ് കാണുക, ടാർജറ്റ് ഗ്രീൻ കളറിലാണ് കാണുക. എൻട്രി ടാർജറ്റ് കോപ്പി ചെയ്ത് തരാം. എൻട്രി താഴത്ത് കിടക്കുന്ന ഗ്രേ കളർ, ടാർജറ്റ് ഈ ഗ്രീൻ കളർ. അയ്യോ, ഇത് ഇവിടെ കിടക്കണതുകൊണ്ടാണ് പ്രശ്നമായത് അല്ലേ? എത്ര ഡോളർ കിട്ടിയിട്ടുണ്ടാവും ഒരു മൈക്രോ ലോട്ട് വാങ്ങിച്ച വ്യക്തിക്ക്? $35 7 കുറയ്ക്കണം അല്ലേ? അപ്പൊ 25 ആണോ? എന്തോ 2.8
2.8. 2.8. ഓക്കെ, 35 7 കുറച്ച്. ഓക്കെ, 2.8 ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുക ഫോറക്സ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്നാണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡ്, അതിൻ്റെ റിസ്ക് അല്ലേ. അപ്പോൾ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് അടിക്കുക ഗൂഗിളിൽ. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഇത് ഇന്ത്യൻ മാർക്കറ്റിലെ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ആണ്. ഇതെടുക്കരുത്. myfxbook.com എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അത് മൊബൈലിലെ ആപ്പുണ്ട്, വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിടാം. വെബ്സൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പിപ്സ് എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്കതിൽ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ പിപ്സ് നമ്മളിപ്പോൾ 28 പിപ്സ് ആണെന്നുള്ളത് നമ്മൾ അവിടെ അളന്നു അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കറൻസി പെയർ ഇവിടുന്ന് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക, എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. എവിടെ കറൻസി പെയർ എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് കറൻസി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കറൻസി ഏതാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആസ് എൻ ഇന്ത്യൻ നമ്മൾ ആദ്യം തന്നെ ബ്രോക്കറുടെ എടുത്ത് ഒരു ഡോളറായിട്ടാണ് നിക്ഷേപിക്കുന്നത്. അവിടെ നിന്ന് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കറൻസി എപ്പോഴും ഡോളറായിരിക്കും. അക്കൗണ്ട് സൈസ്, നമ്മുടെ അക്കൗണ്ട് സൈസ് നമുക്ക് അറിയുള്ളൂ അല്ലേ, എത്രയാണ്. ഫോർ എക്സാമ്പിൾ $500 എന്ന് വിചാരിച്ചോ, ഏകദേശം 45,000 രൂപ. ഇനി റിസ്ക് പെർസെൻറ്റേജ്, നമ്മൾ അതിൻ്റെ എത്ര റിസ്ക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2% ആണെന്ന് വിചാരിച്ചോ, $500 2% ആണെന്ന് വിചാരിച്ചോ. സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അത് നമ്മളിപ്പോൾ അളക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിലെത്രയായിരുന്നു? 28 പിപ്സ് അല്ലേ. ഇപ്പോൾ 28 പിപ്സ് നമുക്ക് വേണമെങ്കിൽ ഈ പൊസിഷൻ സൈസ് ടൂള് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അളന്ന് നോക്കാം. നമ്മൾ ഈ ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ബൈ ചെയ്തത് എന്ന് വിചാരിച്ചോ. ഈ ക്യാൻഡിലിൻ്റെ താഴെയാണ് നമ്മളുടെ, അല്ലെങ്കിൽ ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എത്രയാണ്? 25. ഇവിടെ കാണാം 4 കണ്ടില്ല എന്നടിക്കുന്നു, 0.1 കണ്ടില്ല എന്നടിക്കുന്നു, 25. അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കാൽക്കുലേറ്റ് ബട്ടൺ അമർത്തുന്നു. അപ്പോൾ നമുക്ക് കിട്ടും എത്ര ലോട്ട്സ് വാങ്ങണം. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ലോട്ട്സ് എന്നാണ് ഇവിടെ എഴുതിയേക്കണത്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എന്ത് വിളിക്കും? 3 മൈക്രോ ലോട്ട്സ് അല്ലെങ്കിൽ 0.03 സ്റ്റാൻഡേർഡ് ലോട്ട്സ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വിളിക്കുക 3 മൈക്രോ ലോട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3 മൈക്രോ ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അഥവാ ഈ ഒരു പ്രൈസ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ $20 പോവും. അത്ര തന്നെ ടാർജറ്റ് 1:1 ആണ് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത്. കാരണം 1:2 എത്തണമെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് പോകണം. അപ്പോൾ അത്ര എത്തുന്ന ഉറപ്പില്ല. കാരണം എന്താ, ഇവിടെ തടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചാർട്ട് അനാലിസിസും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടൊരു ഫോറക്സ് ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് കവർ ചെയ്തത്. അപ്പോൾ ഇത് തുല്യമകലാണ് അല്ലേ. നമ്മൾ എടുത്തോടത്തുനിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കും ടാർജറ്റിലേക്കും തുല്യമകലമാണ് ഇവിടെ വെച്ചേക്കണത്. അതായത് റിസ്ക് ഇവിടെ കാണാം, റിസ്ക് റേഷ്യോ അനുപാതം എത്രയാണ്? 1 അല്ലേ. ഇവിടേക്ക് നോക്കിയാൽ റിസ്ക് റിവാർഡ് റേഷ്യോ 1. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ $500 $20 നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 2%, അപ്പോൾ $10 അല്ലേ. 2% $10 നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവിടുന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ $10 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ അല്ലേ. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു അല്ലേ. എല്ലാം പുതിയ കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഡൈജസ്റ്റ് ആവാൻ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 3-4 കറൻസി പെയർ എടുത്തിട്ട് വെറുതെ ചുമ്മാ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ 5ാമത്തെ സെക്ഷനിൽ ഇതുപോലെ ലോങ് പൊസിഷൻ ടൂൾ എന്ന് ടൂൾ കിടക്കുന്നുണ്ട്. അതെടുക്കുക. ഏതെങ്കിലും ഒരു കറൻസി പെയർ നിങ്ങൾക്കിപ്പോൾ പഠിച്ചതിൽ ഓർമ്മയുള്ള ഏതെങ്കിലും കറൻസി പെയർ, ഫോർ എക്സാമ്പിൾ EUR/USD അല്ലെങ്കിൽ GBP/USD. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മോസ്റ്റ് ട്രേഡഡ് കറൻസി പെയേഴ്സ് ഇൻ ദ വേൾഡ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ChatGPT പറഞ്ഞു തരും, അല്ലെങ്കിൽ ഗൂഗിൾ പറഞ്ഞു തരും. ആ സ്പെല്ലിങ് ട്രേഡിംഗ് വ്യൂവിൽ സെർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ GBP/AUD എന്ന് വിചാരിച്ചോ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, ഓസ്ട്രേലിയൻ ഡോളർ. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ലോങ് പൊസിഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ പിപ്സ് കാണാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിവിടെ നോക്കണ്ട, വളരെ ഈസി ആയിട്ട് നമുക്കിതിവിടെ സ്റ്റോപ്പ് ലോസ് കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസിൽ പോയിട്ട് ഇതെത്ര പിപ്സ് ആണെന്നുള്ളത് നോക്കാം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലൊരു അറ്റമൊക്കെ കാണുകയാണെങ്കിൽ അറ്റത്തിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക.
അത്ര തന്നെ ടാർജറ്റും വയ്ക്കുക. അന്നേരം നിങ്ങൾ ഈ പിപ്സ് നോക്കുക, തുല്യമായിട്ട് ടാർജറ്റും വയ്ക്കുക. എന്നിട്ട് ഈ പിപ്സ് നോക്കുക, 70 പിപ്സ്. എന്നിട്ട് ഈ കറൻസി പെയറിൻ്റെ പേര് ഓർത്ത് വെച്ചിട്ട് ഈ പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിൽ പോവുക. മൈ FX ബുക്ക് കാൽക്കുലേറ്റർ ഇതെങ്ങനെ അടിച്ചാലും കിട്ടും. പൊസിഷൻ സൈസ് കാൽക്കുലേറ്ററിനോ ഫോറക്സ് റിസ്ക് കാൽക്കുലേറ്ററിനോ എങ്ങനെ അടിച്ചാലും ഈ സാധനം തന്നെ കയറി വരാം. ആ കൂടി 1-2 വെബ്സൈറ്റുകളാണ് ഇത്ര പെർഫെക്റ്റായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നുള്ളൂ. ആപ്സുകൾ കുറേ ഉണ്ടാവും, പക്ഷേ വെബ്സൈറ്റുകൾ കുറവാണ്. അപ്പം ഗൂഗിൾ അത് തരും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ അക്കൗണ്ട് കറൻസി സെലക്ട് ചെയ്യുക, ഡോളർ മാറ്റേണ്ട കാര്യമില്ല, അക്കൗണ്ട് സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഫോർ എക്സാമ്പിൾ റൗണ്ട് നമ്പർ 1000, റിസ്ക് റിവാർഡ് 1% കൊടുത്താൽ മതി. സ്റ്റോപ്പ് ലോസിലേക്കുള്ള പിപ്സാണ് നമ്മളിവിടെ നിന്ന് അളക്കാൻ പഠിച്ചത്. 70 കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ലോട്ട് ഉണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ സാധാരണ നിലയ്ക്ക് 1000 രൂപയുടെ ഒരു അക്കൗണ്ടിൽ, ബിഗിനേഴ്സ് അക്കൗണ്ടിൽ 1% റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇത് 0.0 വെച്ചിട്ട് തന്നെയല്ല പറയണത് നോക്കുക. അതല്ലെങ്കിൽ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, റീതിങ്ക് ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു എക്സസൈസ് അല്ലേ? ഒരു 15 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് 3-4 പ്രാവശ്യം ചെയ്ത് നോക്കാൻ പറ്റുന്ന എക്സസൈസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലാത്തവർക്ക് പതുക്കെ ലീവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ ഒന്ന് പഠിപ്പിച്ച വിഷയങ്ങളെ കുറിച്ച്? ആഫ്റ്റർ ക്ലാസ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു മെജോ. ആഫ്റ്റർ ക്ലാസ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ജസ്റ്റ് ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ടാൽ മതി. അതെ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എന്തെങ്കിലും ഡൗട്ട്സുകൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടോയെന്ന്. അപ്പോൾ നമുക്കത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ലിബിൻ എന്തോ പറയാൻ വന്നിരുന്നല്ലോ? ഞാനിപ്പോ മറ്റേ ലോങ് പൊസിഷന്റെ ഇത് എടുത്തു EUR/USD. അതിൽ സ്റ്റോപ്പ് ലോസ് കാണിക്കുന്നത് 0.0084 ആണ്. ഓക്കെ, 0.0084 അല്ലേ? അപ്പൊ അതില് എത്ര പിപ്സ് വന്നെ? 84 പിപ്സ് ആണോ വന്നത്? അത് ഈ ട്രേഡിംഗ് വ്യൂ തന്നെയാണോ? ട്രേഡിംഗ് വ്യൂ തന്നെ. 0.0084 മാത്രമേ ഉള്ളൂ? 5 സംഖ്യ കാണണ്ടേ? 0.00084. അപ്പൊ 8 പിപ്സ്. അവസാനത്തെ 4 കണ്ടില്ല എന്ന് അടിച്ചാൽ ഓക്കെ. അപ്പൊ നിങ്ങളൊരു 3-4 പെയർസ് എടുത്ത് നോക്കിയിട്ട് ഇതൊന്ന് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ എത്ര ആയിരിക്കണം? 0.0 സംതിങ് ആയിരിക്കണം. 3 ആവാം, 4 ആവാം, 5 ആവാം. അല്ലെങ്കിൽ എവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് റീതിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, താങ്ക് യു. ഓക്കെ.